വിശദമായ വാർത്തകളിലേക്ക് ഈ മണിക്കൂറിൽ പോകുമ്പോൾ ചികിത്സാ പിഴവ് സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നു. അതിലേക്കാണ് പോകുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്നു മാറി നൽകിയത്. ചികിത്സിച്ച ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പരാതി നൽകിയത് കളമശ്ശേരി സ്വദേശി അനാമികയാണ്. 34-കാരിയായ അനാമികയ്ക്ക് മരുന്ന് നൽകിയത് 61-കാരിയായ ലതികയുടെ എക്സ്റേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ മരുന്ന് മാറി നൽകിയതിലൂടെ സംഭവിച്ച കാര്യം അതെങ്ങനെ മനസ്സിലായി എന്ന് അനാമിക പറയുന്നു. വിവരങ്ങൾ എന്താണ്? വീണ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവുകൾ ഉണ്ടാവുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നടുവേദനയുമായി കളമശ്ശേരി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നതാണ് അനാമികയ്ക്ക് എന്നാൽ എക്സ്റേ എടുത്തതിന് ശേഷം അനാമികയ്ക്ക് നൽകിയ എക്സ്റേ 61-കാരിയായ ലതികയുടേതായിരുന്നു. ഈ ലതികയുടെ എക്സ്റേ പ്രകാരമുള്ള മരുന്നുകളാണ് അനാമികയ്ക്ക് നൽകിയത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ മരുന്ന് കഴിക്കാതിരുന്നു എന്നതൊരു ഭാഗ്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രി അധികൃതർക്ക്, സൂപ്രണ്ടിനും RMOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള ലതിക ഇപ്പോഴും ആ രോഗം തിരിച്ചറിയാതെ അതിനുള്ള ചികിത്സ ലഭിക്കാതെ ഇരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഈ വാർത്ത കണ്ടിട്ടെങ്കിലും അവർ വീണ്ടും ആശുപത്രിയെ സമീപിച്ച് അവർക്ക് ശരിയായ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം കൂടെ മുന്നിൽ നിൽക്കുന്നു. ഈ അനാമിക പരാതി നൽകുമ്പോഴും ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ്. അനാമികയോടെ തന്നെ ചോദിക്കുക, ഏത് രീതിയിലാണ് പിഴവ് വന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു പിശക് ഉണ്ടാകുന്നത്? ഞാൻ ഈ കഴിഞ്ഞ 12-ാം തീയതി മെഡിക്കൽ കോളേജിൽ OPയിൽ ഒന്ന് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. ഓർത്തോയിലാണ് കാണാൻ പോയത്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എനിക്ക് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയി എക്സ്റേ എടുത്തു. തിരിച്ച് അപ്പോൾ തന്നെ ഒരു റിസൾട്ട് വന്നു. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ അതും കൊണ്ട് തിരിച്ച് ഡോക്ടറെ അടുത്ത് വന്നു. എനിക്ക് നല്ല നടുവേദനയും കാലുവേദനയായിരുന്നു. സത്യം പറഞ്ഞാൽ നടക്കുന്നതിന് തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പോയി ഡോക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. ഡോക്ടർ അത് നോക്കി എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് എൻ്റെ ഒരു ഇതിൽ ചിലപ്പം വല്ല ഡിസ്ലൊക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ബൾജ് ഉണ്ട് ഡിസ്കിൻ്റെ അവിടെ, റെസ്റ്റ് എടുത്താൽ മതി, പിന്നെ വെയിറ്റ് ഒന്നും എടുക്കരുത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് വാങ്ങിയിട്ട് വന്നു, വീട്ടിൽ വന്നു. അപ്പോൾ രാത്രി ഒരു മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് ഞാൻ രാത്രിക്കാണ് മരുന്ന് കഴിക്കാൻ എടുക്കുന്നത്. മരുന്ന് കഴിക്കാൻ എടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്താ ബൾജെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്റേ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ എക്സ്റേ റിപ്പോർട്ടിൻ്റെ സൈഡിൽ പേരും വയസ്സും അന്നത്തെ ഡേറ്റും ഉണ്ടാവും. അപ്പം നോക്കുമ്പോൾ അതിൽ കാണിച്ച പേര് ലതിക 61 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെയിം ഡേറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് മാറി കവറെങ്ങാനും മാറി ഞാൻ കൊണ്ടുവന്നാണെന്ന് വെച്ച് നോക്കുമ്പോൾ കവറിൻ്റെ പുറത്ത് എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും ആണ്. പക്ഷെ അകത്ത് വെച്ചേക്കുന്ന റിപ്പോർട്ടാണ് മാറിപ്പോയിട്ടുള്ളത്. ആ റിപ്പോർട്ടിനനുസരിച്ചാണ് എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമുക്കറിയില്ലല്ലോ ഇത് കറക്റ്റ് മരുന്ന് തന്നെയാണോ എന്ന്. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മരുന്ന് കഴിക്കണ്ട, നാളെ നമുക്കൊന്നുകൂടി പോകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പോയാലും ഓർത്തോയിൽ കാണണമെങ്കിൽ ക്യൂ നിൽക്കണം. അപ്പം ഞങ്ങൾ കാഷ്വാലിറ്റിയിലേക്കാണ് പോയത്. ഉച്ചയോടെ അടുപ്പിച്ച് അപ്പോഴേക്കും എനിക്ക് വേദന കടുത്തിട്ടുണ്ടായിരുന്നു. കാഷ്വാലിറ്റി പോയി ഡോക്ടറെ കണ്ടപ്പം സെയിം ഡോക്ടറും പറഞ്ഞു എക്സ്റേ എടുക്കണം. അപ്പം തന്നെ അവിടെ എക്സ്റേ എടുത്തു. തിരിച്ച് ഞങ്ങളത് റിപ്പോർട്ട് കാണിക്കുമ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായില്ല. ആ നേരം കൊണ്ടാണ് ഞങ്ങൾ സൂപ്രണ്ട് സാറിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണമല്ലോ. കാരണം ഇപ്പം പറഞ്ഞതുപോലെ മറ്റൊരാളുടെ റിപ്പോർട്ടാണ് മാറി എനിക്ക് കിട്ടിയത്. പക്ഷേ എൻ്റെ റിപ്പോർട്ട് ആർക്കാണ് കിട്ടിയേക്കണേന്ന് അറിയില്ല. ഈ പറഞ്ഞ ലതിക എന്ന് പറയുന്ന ലേഡിക്കാണോ അതോ മറ്റൊരാൾക്കാണോ എന്ന് അറിയില്ല. ഒരുപക്ഷെ ഒരു സീരിയസ് ഇഞ്ചുറി ആയിട്ടുള്ള ഒരാൾക്കാണ് എൻ്റെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ അതിന് പ്രകാരം അതിൽ കുഴപ്പമൊന്നുമില്ലെന്നായിരിക്കും. അവർ ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല, പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾക്കൊരു ഹോസ്പിറ്റലിനോട് ഒരു ഡോക്ടറിനോട് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. ഇപ്പം ഡോക്ടർ ഈ പേര് മാറിയത് എക്സ്റേ നോക്കുമ്പം ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അപ്പം തന്നെ അത് പറയേണ്ടതാണല്ലോ. ഇത് ഞങ്ങൾ ഇന്നലെ അവിടെ ചോദിച്ചതെന്ന് മനസ്സിലായത്, എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുള്ളത് ഏജ്ഡ് ആകുമ്പോൾ വരുന്ന തേയ്മാനവും അതിന് മൂലമുള്ള ബൾജുമാണെന്നാണ്. അപ്പോൾ ഡോക്ടർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവാം. എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് ആ തേയ്മാനം എനിക്ക് വരേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പോട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്രണ്ട് സാറിനെ പോയി കണ്ടു. സാർ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇൻചാർജ് ഉള്ളവരെ വിളിച്ചിട്ട് ചോദിച്ചു, സംസാരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അപ്പം തന്നെ എനിക്ക് വേദന കടുത്തപ്പം സാറിൻ്റെ ഇതിൽ തന്നെ എന്നെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്കൊരു ഇഞ്ചക്ഷനും ഒരു ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായി, പെയിൻ മാറാൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനും നടക്കാനും തുടങ്ങി. അത്ര വേദനയായിരുന്നു. ഇന്നലെ അവിടെ കാഷ്വാലിറ്റിയിലുണ്ടായ ഡോക്ടറും പറയുന്നത് മരുന്നുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങളിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. എൻ്റെ ഭാഗത്ത് എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഓക്കെ, മരുന്ന് ഇതായാലും എനിക്ക് കഴിച്ചാൽ മതി. പക്ഷെ ഇനി എൻ്റെ റിപ്പോർട്ട് മാറി കിട്ടിയത് ആർക്കാണെന്ന് അറിയില്ലല്ലോ. ഇവർക്ക് പറയാൻ പറ്റുമോ ആർക്കാണ് കിട്ടിയെന്ന്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീരിയസ് ഇഞ്ചുറി ആയിട്ടുള്ള ഒരാൾക്കാണ് എൻ്റെ റിപ്പോർട്ട് മാറി കിട്ടിയെങ്കിൽ ഒരുപക്ഷെ അവർ നോർമൽ മെഡിസിൻ ആയിരിക്കും കഴിക്കുന്നത്. പോകെ അവർക്ക് ഇതിനൊക്കെ ആരോഗ്യ പ്രശ്നം കൂടും. അപ്പോൾ പരാതിയിൽ എന്താ ഇവർ പറയുന്ന മറുപടി? ഇവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കാം, ഒന്ന് ക്ഷമിച്ചുകൂടെ, കാരണം തിരക്കാണ്,
തിരക്കിനിടയ്ക്ക് സംഭവിച്ചതായിരിക്കും. അവർക്ക് നിസ്സാരമായിട്ട് പറയാം. പിന്നെ ഇപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുപക്ഷെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലോ, എൻ്റെ യഥാർത്ഥ എക്സ്റേയിൽ എനിക്ക് വലിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ ഇവർ ഈ നോർമൽ മെഡിസിനല്ലേ എനിക്ക് തരുന്നത്. അപ്പം ഞാൻ നാളെ ഒരു സമയത്ത് മാറിപ്പോയതാന്ന് പറഞ്ഞ് ഇവർ ഏറ്റെടുക്കുമോ? തീർച്ചയായും എൻ്റെ പിഴവായിട്ട് ഇവർ പറയുള്ളൂ. ഇവർ കൈവിട്ട് കളയും. ഇന്നലെ വന്നപ്പോഴും പറഞ്ഞു ഇനി എന്തെങ്കിലും CT MRI ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ ചെയ്തു തരാം, അതുകൊണ്ട് ഇത് വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയണു, ഇത് ഇഷ്യൂ ആക്കിയ ഹോസ്പിറ്റലിനെതിരെ അല്ല, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ എത്ര പേർക്ക് ഇതുപോലെ മാറിപ്പോയിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ പോലും ഇതിനു മുന്നേ എനിക്ക് കിട്ടിയ എക്സ്റേ റിപ്പോർട്ടിൽ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്തോ ബൈ ചാൻസ് ഇന്നലെ നോക്കിയോണ്ട് മാത്രം ഇത് തിരിച്ചറിഞ്ഞേ. അന്നേ ദിവസം വന്ന് എത്ര പേര് ഇതുപോലെ മാറി വാങ്ങിയിട്ട് പോയിട്ടുണ്ടാവും. എൻ്റെ ഒപ്പം കയറിയതാണ് ഈ ലതിക എന്ന് പറഞ്ഞ സ്ത്രീ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ അവർക്ക് എന്നില്ല ഇത് കിട്ടിയത്, വേറൊരാൾക്കാവാം. ഈ കവറിലേക്ക് പേര് വെക്കുന്നതിന് മുമ്പ് തെറ്റി കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് പോകുന്നതുകൊണ്ട് ഏറ്റവും ഉപയോഗം അന്ന് വന്നിട്ടുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യുക. അവനവന് കിട്ടിയത് അവനവൻ്റെ റിസൾട്ട് തന്നെയാണോ, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അവനവൻ്റെ അസുഖത്തിനുള്ളതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ പൂർണ്ണമായൊരു ഡോക്ടറെ വിശ്വസിക്കുന്നു, ഒരു ഹോസ്പിറ്റലിനെ വിശ്വസിക്കുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ്. എന്നിട്ട് തെറ്റുപറ്റിപ്പോയി സോറി, അവർക്കൊരു സോറിയിൽ പറഞ്ഞൊഴിയാം. ഒരു പക്ഷേ കൃത്യമായിട്ടൊരു ചികിത്സ കിട്ടാതെ മറ്റേ ആൾക്ക് എന്തൊക്കെ ആപത്ത് സംഭവിക്കാം. ഇത് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഡോക്ടർക്ക് പിശക് പറ്റിയിട്ടുണ്ട്, ഈ എക്സ്റേ എടുത്ത ജീവനക്കാർക്ക് പിശക് പറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഈ ഒരു 34 വയസ്സുള്ള ആൾക്ക് 61കാരിയുടെ രോഗലക്ഷണം എത്തുമ്പോൾ അവിടെയുള്ള അതിലെ ഒരു പരുവക്കേട്, അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ കൃത്യമായ മരുന്ന് നൽകിയില്ല എന്നത് തന്നെയാണ്. ആദ്യം കുറിച്ചതിനേക്കാൾ ഡോസ് കുറഞ്ഞതാണ് പിന്നീട് കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഏകദേശം ഒരേ മരുന്നാണെന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ ലതികയ്ക്ക് ഇപ്പോഴും ഈ ചികിത്സ കിട്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ പരാതിയുമായിട്ട് ഉറച്ചു നിൽക്കാനാണോ തീരുമാനം? എന്താ ഇനിയുള്ള നടപടി? പരാതി ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ അന്വേഷിച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് സൂപ്രണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു മറുപടി. അവരുടെ ഭാഗത്ത് എന്താണ് അതിന് വരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കിയിട്ടാണ് ബാക്കി ഉന്നത തലത്തിലേക്ക് നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 34 വയസ്സുള്ള ഒരാൾക്ക് 61 വയസ്സുകാരൻ്റെ എക്സ്റേ പരിശോധിച്ച് മരുന്ന് കൊടുക്കുക. നമ്മളത് എന്ത് വിശ്വസിച്ച് കഴിക്കും? ഇപ്പോൾ അവർ പറയാണ് സെയിം മരുന്നാണ്, സെയിം കണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെയും നമുക്കത് വിശ്വസിച്ച് കഴിക്കാനുള്ള യാതൊരു ഇതില്ല. ഇതിപ്പോൾ പലതവണയായി ഓരോ കാര്യങ്ങളായിട്ട് ഓരോരുത്തർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ ഹെഡാണെന്ന് പറയുന്ന ഒരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയോട് ഞാൻ ഇന്നലെ കണ്ട പ്രിസ്ക്രിപ്ഷൻ ഇതൊന്ന് ചെക്ക് ചെയ്യാമോ, അല്ലെങ്കിൽ എക്സ്റേ നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരാമോ നമ്മൾ പറയുന്നത് പോലും കേൾക്കാനുള്ളൊരു അവസരം അവർ തരുന്നില്ല. രണ്ടും സെയിം ആണെന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് അവരുടെ അടുത്ത് സാർ ഇതൊന്ന് നോക്കിയിട്ടൊന്ന് റിസൾട്ട് പറഞ്ഞു തരും, കാരണം ഇനി ഞാൻ നമുക്ക് കിട്ടിയതാണ്, ഇത് നമ്മൾ ഇന്നടുത്താണ്, ഇതിൻ്റെ അകത്ത് എന്താണ് ഞങ്ങളുടെ രോഗവിവരം, ഞങ്ങൾക്ക് എന്താ വ്യത്യാസം. അതെ, കാരണം നമ്മൾ അവരോട് പറയുന്നില്ല, പേര് ഇന്ന ആളുടെയാണ് നമ്മൾ ആദ്യം പറയുന്നില്ല, നമ്മുടെ രോഗാവസ്ഥ എന്താണ്, ഞങ്ങളുടെ രോഗത്തിൻ്റെ ഇതെന്താണെന്ന്. കാരണം മെഡിക്കൽ ബോർഡിന് ഹെഡ് എന്ന് പറയുമ്പോൾ അത്രയും വിവരവും കാര്യങ്ങളുള്ള ആളായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ എന്താണ്, ഞങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാമോ. ആൾ എക്സ്റേ പോലും കാണാതെ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ എക്സ്റേ ആ എക്സ്റേ ഒന്ന് തന്നെയാണ്. നമ്മുടെ സാർ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞു തരും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പുള്ളി ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആളുടെ അടുത്തോണ്ട് സാർ ഇത് എങ്ങനെ ശരിയാകുന്നത്. പിന്നെയാണ് അവസാനം ഞാൻ ചോദിച്ചത്, ഈ എക്സ്റേയിൽ ലതിക 61 വയസ്സ്, ഇത് അനാമിക 34 വയസ്സ്, ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് ഒന്നാണെന്ന് പറയുന്നത്? എന്നാൽ പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ എക്സ്റേ എടുത്ത് വെച്ച് കോമൺ ട്രീറ്റ് ചെയ്താൽ പോരെ. എന്തിനാണ് വെറുതെ നിങ്ങൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം മെഡിക്കൽ ബോർഡിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ് വരുന്ന വ്യക്തി പോലും ഈ ഒരു എക്സ്റേ പരിശോധിക്കാനോ ഒരു രോഗിയുടെ രോഗാവസ്ഥ പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഉള്ള ക്ഷമ കാണിക്കുന്നില്ല. നമ്മൾ പലതവണ ആളുടെ അടുത്ത് നമ്മുടെ അടുത്ത് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് രണ്ട് സെയിമാണ്.